നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നു. ഞാനിവിടെ ചൂട് പിടിച്ച് കിടക്കുമായിരുന്നു. സായി വൈഫും സിജോയും വൈഫും കൂടാണ് വന്നത്, എന്നെ കണ്ട് സംസാരിച്ച്. ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, എന്താണ് ഈ സബ്സ്ക്രിപ്ഷനിൽ മോശം? ഞാൻ പറയട്ടെ, സബ്സ്ക്രിപ്ഷൻ തന്നെ വെച്ചത് എന്തിനാ? കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അങ്ങനെ സായി കൃഷ്ണ വാക്ക് പാലിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ സായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണത്? താൻ രേണുസുതിയെ കുറിച്ച് 48ഓളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും അത്യാവശ്യം പൈസയും കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയതിൽ നിന്നും ഒരു വിഹിതം രേണുവിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊടുക്കുമെന്നാണ് സായി പറഞ്ഞിരുന്നത്. ആ വാക്ക് സായി പാലിച്ചു. കഴിഞ്ഞ ദിവസം രേണുവിന്റെ വീട്ടിൽ പോയി സായി ആ പൈസ കൈമാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിന് സായി ഒരു ഇന്റർവ്യൂ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസ്തുത ഇന്റർവ്യൂവിൽ രേണുസുതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സായി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂ നോക്കാം. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ റീസെന്റ് വരുന്ന ഇഷ്യൂസ് വെച്ചിട്ട് ഇപ്പൊ സജന ഫിറോസ് ആയാലും തൊപ്പിയുടെ ഇഷ്യൂ ആയാലും രേണുസുതി ആയാലും ഒരുപാട് ഇഷ്യൂസ് വെച്ചിട്ടാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് നമ്മൾ കണ്ടൊരു ന്യൂസ് എന്ന് പറയുന്നത് ചേട്ടൻ 30-36 വീഡിയോ രേണു ചേച്ചിക്ക് 48 വീഡിയോ രേണു ചേച്ചിക്ക് എതിരെ ചെയ്തിട്ടുണ്ട്. ബട്ട് എതിരല്ല, റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. കോണ്ടന്റ് വെച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു പൈസ ചേച്ചിക്ക് കൊടുക്കും എന്ന് നമ്മൾ ന്യൂസ് കേട്ടു. അപ്പം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഭയങ്കര സന്തോഷമാണെന്ന് തോന്നി. ഒരുപാട് പേര്, ഞാൻ അടക്കം തന്നെ ഒരു 5-6 ഇന്റർവ്യൂ ചേച്ചി എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സാലറി ബേസ്ഡ് ആണ്. അപ്പൊ എനിക്കൊന്നും സഹായിക്കാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടം എനിക്കുണ്ട്. ബട്ട് ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഇതിപ്പോ ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അതിനുള്ള സീനല്ല. അത് ഞാൻ ആദ്യം പറയുന്നു. ഞാനിപ്പോ ഈ ഇന്റർവ്യൂ എടുക്കുന്ന തന്നെ രേണുവിന്റെ വീട്ടിൽ പോയി വന്നിട്ടാണ്. ഞാൻ പോലും അറിയാതെ നിങ്ങൾ എന്നെ വിളിച്ചത്. എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് ചേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വന്നു. അതാണ് ചേട്ടന്റെ ഡയറക്ഷൻ. ഞാൻ ആലോചിച്ചത്, ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഇവരെ അറിഞ്ഞു. ഫൈൻ. അപ്പോ ഞാൻ പോയി, ഞാൻ കണ്ടു, ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു, ഞാൻ പോകുന്നു. ഞാൻ ചെയ്തത് വേറൊന്നുമില്ല. എനിക്ക് ഉറപ്പിച്ച് എന്റെ എന്താ പറയാ, എന്റെ നെഞ്ചു തൊട്ട് പറയാം, 48 വീഡിയോ രേണുവിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട വീഡിയോന്റെ എണ്ണമായിരിക്കും കൂടുതൽ. പിന്നെ രേണുവിന് എതിരെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രേണു എന്ന് പറഞ്ഞുള്ള ആ ഒരു ഹ്യൂമൻ ബീങ്ങിനെതിരെ അല്ല പറഞ്ഞു, അവർ ചെയ്ത സിറ്റുവേഷനെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ സായി ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. രേണുവിനെ വെച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ പൈസയുടെ ഒരു വീതം അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. നല്ലൊരു കാര്യം തന്നെ. പക്ഷേ സായി അവസാനം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അതായത് രേണു എന്ന് പറയുന്ന വ്യക്തിക്കെതിരല്ല ഞാൻ സംസാരിച്ചിരുന്നത്, അവർ ചെയ്ത സിറ്റുവേഷനുകൾക്ക് എതിരാണെന്ന് സായി പറഞ്ഞല്ലോ. അതെന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാനൊരു കാര്യം പറയട്ടെ, രേണു ഇവിടെ ഒരാളെ കൊന്ന കുറ്റം ഒന്നും ചെയ്തിട്ടില്ല, അത് സത്യമാണ്. പക്ഷെ പോയ കാലത്ത് അത്യാവശ്യം മലമ്പ് അവര് കാണിച്ചിട്ടുണ്ട്. അത് പക്ഷെ ഇപ്പൊ നമ്മൾ പറയാത്തത് ഇപ്പോഴത്തെ അവരുടെ സാഹചര്യത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് പലർക്കും തോന്നിയൊരു കാര്യമുണ്ടാകും, ഇവൻ ഇത്രയും കാലം രേണുവിന് കുറ്റം പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. അവർക്കുള്ള മറുപടി ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം കൂടി പറയാം, രേണു വിമർശനത്തിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ഭൂതകാലത്തിൽ അവർ ചെയ്തു വെച്ചിരുന്നത്. അവർക്ക് അസുഖം വന്നു എന്ന് കരുതി അവർ മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങളൊന്നും ക്യാൻസൽ ആയി പോകുന്നില്ല. പക്ഷെ ക്യാൻസർ വന്ന ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് പണ്ട് പറ്റിയ തെറ്റുകൾ അത് ക്ഷമിക്കാവുന്നതാണെങ്കിൽ ക്ഷമിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വീണ്ടും അവരെ കുറിച്ച് മോശം സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇവിടെ സായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ രേണുവിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിനേക്കാളും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്തതെന്ന് സായി ഇവിടെ പറഞ്ഞു. അതിന് ശേഷം പറഞ്ഞു രേണു എന്ന് പറയുന്ന വ്യക്തിയല്ല, അവരുടെ സാഹചര്യങ്ങളാണ് വിമർശിച്ചിരുന്നത്. ആക്ച്വലി രേണു എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് എല്ലാവരും വിമർശിച്ചിരുന്നത്. അതിനുള്ളതൊക്കെ അവരിവിടെ കാണിച്ചു കൂട്ടിയത് കൊണ്ട് തന്നെയാണ് വിമർശനം വന്നത്. സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് അതിനെ ലഘൂകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ ചിലർ ചോദിക്കും, എന്തൊക്കെ പറഞ്ഞാലും സായി രേണുവിനെ സഹായിച്ചു, നീയും കുറെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കിയതല്ലേ, നീ എന്തെങ്കിലും സഹായിച്ചു എന്ന് ചോദിക്കും. രേണുവിനെ സഹായിക്കുന്നതിനെ കുറിച്ച് ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് അല്ലാതെ തന്നെ ഇഷ്ടംപോലെ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അവരുടെ തന്നെ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നല്ലൊരു തുക വേറെയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ എന്റെ സഹായത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഭാവിയിൽ അവർക്ക് തുടർ ചികിത്സയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ സഹായിക്കുന്നതാണ്. അതുവരെ രേണുവിനേക്കാൾ അർഹതപ്പെട്ട ചില ആളുകൾക്ക് ഞാൻ സ്ഥിരമായി സഹായം നൽകാറുണ്ട്. അത് തന്നെ തുടർന്നു പോകും. എന്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന ചാരിറ്റി ഞാനൊന്നും ചെയ്യാറുണ്ട്. പക്ഷെ അത് പുറത്ത് പറയാറില്ല എന്ന് മാത്രം. ഇതിപ്പോ ഇവിടെ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കും, ഇവന് കുറ്റം പറയാൻ മാത്രമേ അറിയൂ, ആരെയും സഹായിക്കില്ല എന്ന് നിങ്ങൾ പറയും. രേണുവിനെ സഹായിക്കേണ്ടവർക്ക് രേണുവിനെ സഹായിക്കാം, അല്ല അതിനേക്കാൾ അർഹതപ്പെട്ടവരുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരെയും സഹായിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. സായി രേണുവിനെ സഹായിച്ചു, അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നല്ല കാര്യമാണ് സായി ചെയ്തത് എന്ന് കരുതി രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്തവരെല്ലാവരും രേണുവിനെ സഹായിക്കണം എന്ന് പറഞ്ഞത് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇന്റർവ്യൂവിന്റെ ബാക്കി വാങ്ങൂടി കേട്ടോക്കാം. പക്ഷെ ഞാനിത് ചെയ്യാൻ കാരണം എന്താ വെച്ചെങ്കിൽ, ഇതൊരു മാതൃകയായിട്ട് നാളെ വരണം. കാരണം ഞങ്ങള് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു ചീത്തപ്പേര് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ വൾച്ചേഴ്സ് പോലെ, ഈ കഴുകൻകുട്ടികളെ പോലെ നമ്മൾ അതേഴ്സ് കണ്ടന്റ് ഫീഡ് ചെയ്യാണ്. നിങ്ങൾ ലീച്ച് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ പലരും ചോദിക്കാറുണ്ട്. യെസ് വി ആർ ആണ്.
പക്ഷെ ഇത് ചെയ്യാൻ പാടില്ലെന്നൊന്നും എവിടെയില്ല. ഇല്ല. യൂട്യൂബിന്റെ നിയമത്തിലും എവിടെയില്ല. ഫെയർ യൂസ് പോളിസി ഉള്ളിടത്തോളം കാലം നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഇപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു ഒരാൾക്ക്, നമ്മൾ ഒരാളെ വെച്ച് ഇത്രയും കണ്ടന്റ് ചെയ്തു, ആ വ്യക്തിക്ക് ഇപ്പൊ ഈ വയ്യായിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ആ വ്യക്തിക്ക് ലൈഫിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ആ വ്യക്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നാളെ ആരെയും മുന്നിൽ പോയി കൈ നീട്ടാനാണെങ്കിൽ ആ വ്യക്തിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം പണ്ട് ഇതിന്റെ ബാക്ക് സ്റ്റോറി എടുത്ത് നോക്കിയാൽ അറിയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ എന്താണെങ്കിലും അവരുടെ പേര് പറഞ്ഞൊരു ഇത്ര എമൗണ്ട് ഉണ്ടാക്കി, അത് ഇന്നാൽ കഴിയുന്ന, ഞാൻ പറയുന്നത് ഒരു അങ്ങനെ എനിക്ക് കഴിയുന്നത്, കാരണം ഈ കിട്ടുന്ന എമൗണ്ട് ഞാൻ ചെലവാക്കിയിട്ടുണ്ടാവും, എന്തെങ്കിലും കാണില്ലായിരിക്കും. പിന്നെ ഇപ്പൊ കഴിയുന്നത് എന്താ സപ്പോർട്ട് ചെയ്യാൻ, അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ മാതൃക കാണിച്ചത്. കാരണം നാളെ അത് വേറെ ആർക്കും അഡാപ്റ്റ് ചെയ്യാം. ഞാനൊരു ഇന്റെ സമാധാനത്തിന് ചെയ്തതാണ്. ഞാൻ പറയുന്നത് ഇന്റെ സമാധാനമുണ്ട്. കാരണം എനിക്ക് നാളെ, കാരണം ഈ ക്രിട്ടിക്കൽ രോഗമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നാളെ ഞാൻ രാവിലെ നീച്ചാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സാഹചര്യത്തിലോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിന്റെ മനസ്സിൽ നിന്ന് പോകില്ല. ഞാൻ അത് എന്റെ മൈൻഡ് ഭയങ്കര ഹോണ്ട് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് സേ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ചെയ്താ നാളുകളിൽ നമുക്കുള്ളൊരു ചീത്തപ്പേരുണ്ട്, ഈ ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുന്നവർക്കുള്ള ചീത്തപ്പേര്. അതൊന്നും ഒരു എന്താവാ ഓക്കെ നമ്മളൊരു പാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചില കാര്യം ഞാൻ പണ്ട് എന്റെ മനസ്സിൽ വിചാരിച്ചെന്ന് പറയും, നമ്മൾ ചെയ്യുന്നത് ആരും അറിയരുത്, ഇരു കൈ അറിയരുത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചെന്താ, ചില കാര്യങ്ങൾ അറിയിച്ച് തന്നെ ചെയ്യണം. സത്യമാണ്. ചില കാര്യങ്ങൾ അറിയണ സമൂഹം, കാരണം അതിൽ നിന്ന് 10 ആള് പഠിച്ചാൽ അത് വലിയ കാര്യമായിരിക്കും. അത്രയും വിചാരിച്ചിട്ടുള്ളൂ. ആർക്കെങ്കിലും ഇനി ഇതേപോലെ രേണുവിന്റെ കണ്ടന്റ് ചെയ്തവർക്ക് എന്തെങ്കിലും, ഞാൻ പറയുന്നത് എല്ലായിടത്തും കൊടുക്കണമെന്നല്ല, അവനാന്റെ ജീവിതത്തിൽ അവനാൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ കയ്യിൽ ബാങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊന്നൊരു ഹെൽത്തി എമൗണ്ട് കൊടുത്താൽ അവർക്ക് ഇപ്പൊ ആരുടെ മുന്നിലും കൈ നീട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. അതിപ്പോ ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ചികിത്സ നടത്താനുള്ള പൈസയൊക്കെ രേണുവിന്റെ കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരത്രയും സമ്പാദിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ കേസാണ്, ക്യാൻസർ പോലുള്ള ഒരു രോഗമാണ്, നല്ല പണച്ചെലവ് ഉണ്ടാകുന്നതാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. രേണുവിന്റെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ ഒരു മാസം 4.5 ലക്ഷത്തോളം രൂപ കിട്ടുന്നുണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാളും എത്രയോ അധികമാണത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ മാത്രമല്ലല്ലോ രേണുവിന്റെ വരുമാനം. യൂട്യൂബ് ഉണ്ട്, ദുബായിൽ പോയി എന്തൊക്കെയോ പരിപാടികൾ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലും അവർ പൈസ സമ്പാദിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് അവരെ സഹായിക്കേണ്ട എന്നല്ലോ ഞാൻ പറഞ്ഞത്. അവരെക്കാളും അർഹതപ്പെട്ടവർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങാൻ കഴിയാത്തവർ, ലക്ഷങ്ങൾ മാസം സമ്പാദിക്കുന്നവർക്ക് ഒരു അസുഖം വരുന്നതും ഒരു നേരം മരുന്ന് വാങ്ങാൻ കഴിയാത്തവർക്ക് അസുഖം വരുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആളുകളെയും സഹായിക്കുന്നുണ്ടാകും, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. രേണുവിനെ സഹായിച്ചത് എല്ലാവരും മാതൃകയാക്കണം എന്ന് സായി പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രേണുവിന് നമ്മുടെ മുന്നിൽ കൈ നീട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, അതിപ്പോഴല്ല, പണ്ട്. അന്ന് എല്ലാവരും അവരെ സഹായിച്ചതുമാണ്. ഇപ്പൊ പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബാക്കി കണ്ടോക്കാം. നാളെ അവര് സർവൈവ് ചെയ്ത് തിരിച്ചു വന്നാൽ അവർ വീണ്ടും കോണ്ടന്റ് അല്ലേ നിങ്ങൾ ചെയ്തു, വീണ്ടും കോണ്ടന്റ് ആണ്. അവരാരോടും നോ പറഞ്ഞിട്ടില്ല, ഒരാളോട് ഇന്റെ വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. നാളെ നിങ്ങൾക്ക് ഇനിയും കോണ്ടന്റ് ആണ് അവര് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോ 100 പേര് റിയാക്ഷൻ രേണു ചേച്ചിന്റെ ചെയ്തതിൽ ഒരാൾ മാത്രമാണ് ചേട്ടൻ. ഈ ചേട്ടൻ ഇപ്പൊ 48 വീഡിയോ, അതിനേക്കാളും അപ്പുറത്ത് ഒരുപാട് പേര് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോഴും കുറ്റപ്പെടുത്താനാണ് ആൾക്കാർ കൂടുതലും. അത് ഹാപ്പൻസ്, അതെന്താ പറയാ, അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇപ്പൊ നിങ്ങളെ ചാനൽ അടക്കം ഉണ്ടാവും. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ പുറത്ത് കൊടുക്കുന്ന ഒരു സാധനം അത് കണ്ട് മാനിപ്പുലേറ്റ് ആയിട്ടാവും ഒരു കമന്റ് വരും. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുത്തൊരു സാധനത്തിന് മുകളിൽ ഞാൻ കയറിയിട്ട് നാളെ എല്ലാവരും നന്മവരാവണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഏറ്റവും വലിയ കാരണക്കാരനാണ്. ഞാൻ റോങ് ആയിട്ടൊരു സാധനം കൊടുത്തിട്ട് അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ നീ ആരെങ്കിലും രേണു കമന്റ് ഇട്ടെ, ഈ സാധനത്തിന് മുകളിൽ ഞാൻ ഇപ്പൊ കയറിയിട്ട് നിങ്ങൾ ആരും കമന്റ് ഇട്ടരുത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ റെസ്പോൺസിബിൾ ആണ്. പിന്നെ എനിക്ക് അതിൽ കോളില്ല. ആൾക്കാർ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാന്നല്ലാതെ വേറൊന്നും അതിന് പറയാൻ പറ്റില്ല. അപ്പൊ ചേട്ടൻ ഇന്ന് രേണു ചേച്ചിന്റെ വീട്ടിലേക്ക് പോയി, എന്തായിരുന്നു വീട്ടിൽ പോയപ്പോൾ ചേച്ചിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ? ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് അങ്ങനെയാണ്, പറയാൻ താല്പര്യമില്ല. കണ്ട് ഹാപ്പി ആയോ ചേച്ചിനെ കണ്ടപ്പോ? ഹാപ്പി ആവാൻ പറ്റില്ല, കൊറേ നാളായില്ലേ കണ്ടിട്ട്. നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പോയി കാണാൻ പറ്റിയ സിറ്റുവേഷനിൽ ആരും കണ്ടാൽ ഹാപ്പി ആവില്ല. അതാവില്ല പ്രശ്നം. ലൈക്ക് അതങ്ങനെയാണ്. പിന്നെ ഞാനെന്താ പറയാ, എനിക്ക് ഇങ്ങനത്തെ അവസ്ഥയിലുള്ള, സീരിയസ്ലി പറയാ, എനിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാളെ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മാറി നിന്നാള്. ഇന്നും അതാണ്ടായി. ലൈക്ക് സിജോ ഉണ്ടായിരുന്നു എന്റെ കൂടെ. അവൻ കൂടുതൽ സംസാരിച്ച് അവരെ ആശ്വസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് ലിറ്ററലി അവിടെ പോയി എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നാളെ അത് ആർക്ക് സംഭവിച്ചാലും എന്റെ അവസ്ഥ. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ ഡോഗ്സാണ്. എന്റെ ഒരു ഡോഗ് ക്യാൻസർ വന്നാ വരച്ച്. സത്യം പറഞ്ഞ എന്റെ വീട്ടുകാരടക്കം എന്നെ തെറ്റിദ്ധരിച്ചു ഒരു സമയത്ത്. കാരണം ഇവരെന്താ തിരിഞ്ഞു, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എന്റെ മനസ്സിനകത്ത് ഓടിക്കളിച്ച് നടക്കുന്ന എനിക്ക് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എനിക്ക്. കാരണം ആ സിറ്റുവേഷനിലേക്ക് പോയാൽ ഞാൻ ഡള്ളാവും, ഞാൻ ഡെസ്പായി പോകും, ഞാൻ ഡിപ്രഷന് പോകും. അപ്പൊ ഞാൻ അങ്ങനെ പോകാതിരിക്കാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ അങ്ങനെ പോയാൽ പിന്നെ കാര്യമില്ല. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര സീനാണ്. ഞാൻ മാക്സിമം ഞാൻ അവിടെ സൈലന്റ് ആയിട്ട് അതിന്റെ ഭാഗത്ത് നിന്നിട്ട് ഞാൻ പോരും.
ഇന്നിപ്പോ അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ അവിടെ പോയി ഞാൻ കണ്ടു, ഞാൻ പോകുന്നു. That's it. കൂടുതലൊന്നും ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ നമ്മൾക്ക് ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട്, കിച്ചു രേണു ചേച്ചിയെ കാണാൻ വരുന്നില്ല. അപ്പം ചേട്ടനും റിയാക്ഷനിൽ ഇതുപോലെ ഒരു ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ചേട്ടൻ എന്തെങ്കിലും പറയാൻ? അതൊക്കെ വന്ന് കാണും, കാണാതിരിക്കുന്നു. എന്തായാലും അമ്മയല്ലേ, അതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹാപ്പൻസ്. ഇപ്പൊ ഞാൻ എന്റെ അച്ഛനായിട്ട് എന്ത് പ്രശ്നത്തിലായിരുന്നു, അതെ. എനിക്ക് മൂപ്പരെ കാണുന്ന സീനായിരുന്നു. ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുന്നു മൂപ്പര് കഴിഞ്ഞ ആഴ്ച. അതൊക്കെ അത്രേ ഉള്ളൂ. അതിനിപ്പോ ഈ ചിലർ പറയും ബ്ലഡ് റിലേഷൻ അല്ലല്ലോ, പലതും പറയും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അത് എന്താണെങ്കിലും കാണും. ഓക്കെ, അതൊന്നും അതൊക്കെ ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ്, ഒന്നും കാര്യമൊന്നും. ഓക്കെ, രേണുവിനും ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ പലരുടെയും മനസ്സിൽ തോന്നിയ ഒരു കാര്യം തന്നെയായിരിക്കും ഇത്. അതായത് കിച്ചു രേണുവിനെ കാണാൻ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ആക്ച്വലി ഇവിടെ സായി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കിച്ചു എന്തായാലും രേണുവിനെ കാണാൻ പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഓൾറെഡി പോയി കണ്ടിട്ടും ഉണ്ടാകും, നമ്മൾ അറിയാത്തതായിരിക്കും. ഇതൊരു വിഷയമാക്കി പെരുപ്പിച്ച് വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. എന്തൊക്കെ പറഞ്ഞാലും അമ്മയും മോനും തന്നെയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തമ്മിൽ എത്ര പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം അലിഞ്ഞില്ലാതാകും, അല്ലെങ്കിൽ ഇല്ലാതാവണം. അപ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യന്മാരാവുന്നത്. കിച്ചു വരും, വരാതെ എവിടെ പോവാൻ അല്ലേ. ബാക്കി കേട്ടോ ഋതപ്പ കുഞ്ഞിനെ കണ്ടോ? എന്താ പറയുന്നു മോൻ? അവിടെ തിരിച്ചെഴുതി നടക്കുന്നുണ്ട്. കുട്ടികളല്ലേ, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ലല്ലോ എന്താ എങ്ങനെയാവും. അവരവരുടെ ഒരു വൈബില് പോകുന്നുണ്ട്. ഇപ്പോ ചേട്ടന് വേണമെങ്കിൽ ചേട്ടന്റെ യൂട്യൂബിൽ തന്നെ ഇതൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇടാമായിരുന്നില്ല, എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നൊരു ചോദ്യം വന്നാൽ ചേട്ടൻ എന്തായിരിക്കും പറയാ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോ ഉണ്ട്. എനിക്ക് താല്പര്യമില്ല, എനിക്കിതിവിടെ കഴിഞ്ഞു പോയി. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞു ഇന്ന മനസ്സമാനത്തിനാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിലും കൂടുതൽ ഞാൻ ചിന്തിച്ചത് ഇതാ. ഇത് സാധാരണ ഞാൻ ഇതുവരെ ഉള്ളതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. എവിടേക്കോ 1-2 വട്ടം ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇവര് നാളെ ഒരാളുടെ മുന്നിൽ കൈ നീട്ടുന്നത് എനിക്ക് ചിന്തിക്കുമ്പോ തന്നെ എന്തോ പോലെ. കാരണം പറ്റില്ല, അവർ ഈ സിറ്റുവേഷനിൽ അവര് പോർട്രേറ്റ് ആയ ഒരു രീതി ഉണ്ട്. ആ രീതി വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നില്ല അവര് നാളെ അങ്ങനെ വന്നാലും അത് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുവരെ വീണ്ടും ബ്ലെയിം ചെയ്യുള്ളൂ. ഉറപ്പായിട്ടും. ഇതിപ്പോ ചേച്ചി നമ്മളോട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് മുമ്പ് ഈ കാര്യം അറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. അതിപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. ഈവൻ നമ്മൾ ആ പഴയ സമയത്ത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നാണല്ലേ ഞാൻ പറഞ്ഞില്ല. ഈവൻ ഞാനായാലും ക്വസ്റ്റ്യനിലൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും കണ്ടിട്ടുള്ളവരൊക്കെ അറിയാലോ, ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഓരോന്ന് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മനസ്സിലാവുന്നു അവര് പൈസക്ക് വേണ്ടിയിട്ടാണ്, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ്. ഇതെന്താ അറിയോ, ഓരോരുത്തർക്ക് പൈസ ഉണ്ടാക്കുക ഓരോ നാക്കാണ്. ഞാൻ അങ്ങനെ എപ്പോഴും വിചാരിക്കും, പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് നാക്കാണ്. അതെല്ലാ മനുഷ്യരും ഒരുപോലെ ആവണമെന്നില്ല. ചിലർ പഠിച്ച് ആ പഠിച്ചത് തന്നെ ജോലിയാക്കി മാറ്റും. എന്റെ ലൈഫിൽ പറഞ്ഞാൽ പഠിച്ചതിനായിട്ട് ഒരു ബന്ധമില്ലാത്ത പണി ഞാൻ ചെയ്യുന്നു. എനിക്ക് പ്രൊഫഷണലി ആവണമെന്ന് പാഷനേറ്റ് ആയിട്ട് പോയ സാധനം അല്ല ഇത്. പക്ഷെ ഞാൻ പൈസ ഉണ്ടാക്കാൻ പഠിച്ചു, എനിക്കൊരു കൈൻഡ് ഓഫ് നാക്ക് കിട്ടി. അത് കിട്ടാത്തവരുണ്ടാവും, അവർ ചിലപ്പോൾ ഡെസ്പറേറ്റ് ആവും. അങ്ങനെ നടക്കുന്ന സമയത്താവും അവർക്കൊരു ഇൻകം സോഴ്സ് എവിടെയെങ്കിലും ഓപ്പൺ ആയി കിട്ടും. അപ്പൊ അവർ അതിൽ പിടിക്കും. കാരണം അവർ ഫ്യൂച്ചർ നോക്കണം, അവരുടെ കറന്റ് സിറ്റുവേഷൻ നോക്കണം. ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, എന്താണ് ഈ സബ്സ്ക്രിപ്ഷനിൽ മോശം? ഞാൻ പറയട്ടെ, സബ്സ്ക്രിപ്ഷൻ തന്നെ വെച്ചത് എന്തിനാ? കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് കാണും വേണം എന്നൊരു കുറ്റവും പറയും, അതെടുത്ത് ലീക്കാക്കും. അപ്പൊ ഞാനത് ചിന്തിച്ചേ, ഇന്ന് പൊട്ടന്മാരാണ്. സബ്സ്ക്രിപ്ഷൻ വെക്കിന്റെ വേണ്ടവൻ ആവശ്യക്കാരൻ കാശ് കൊടുത്ത് കണ്ടതാണ്. പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്നില്ല. ഇല്ല, അവര് പ്രൈവറ്റ് ആയിട്ടാണ്. ഇനി ഇതിന് വലിയ നിയമപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ന്യൂഡിറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ അടുത്ത് പുറത്ത് കളയും. അതിന് സബ്സ്ക്രിപ്ഷനിൽ കൊണ്ട് ന്യൂഡിറ്റി ഇട്ടാലും പുറത്ത് കളയും. ഇവിടുത്തെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ആലോചിക്കുന്ന ആൾക്കാർ, ഒരു ക്ലീവേജ് കണ്ടാലോ നേവൽ കണ്ടാലോ അതും മതിയോ, അത് പോയോ, തീർന്നോ നിങ്ങൾക്ക്? അവർക്ക് എന്തോ വലിയ അപരാധമാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. ഏത് അപരാധം തന്നെയാണ്, അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. ഈ സബ്സ്ക്രിപ്ഷന്റെ പേര് പറഞ്ഞ് അഴിഞ്ഞാട്ട് നടത്തുന്നതിനെയൊന്നും എനിക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയൂല. സായി പറയുന്നത് അതൊന്നും കുഴപ്പമില്ല എന്നാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമല്ല ഉള്ളത്. രേണു തനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. ചികിത്സയ്ക്ക് വേണ്ടി പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തതെന്നൊക്കെ ഇവിടെ അവതാരിക പറയുന്നുണ്ട്. മേ ബി അത് ശരിയാകാം, അല്ലാതിരിക്കാം. എന്ത് തന്നെയായാലും തുണി അയച്ച് കാണിച്ചു, വൾഗറായിട്ടുള്ള ചേച്ചുകൾ കാണിച്ചു മുക്കി പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയൂല. ഒരുപാട് പെൺകുട്ടികൾ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ മാർഗം തിരഞ്ഞെടുക്കുന്നുണ്ട്. സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. അതിനൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാക്കി അണ്ടോക്ക് എന്താണ് ഈ വീഡിയോസിൽ വന്ന് കാണിക്കുന്ന പരിപാടി? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പഴയ പുസ്തകങ്ങൾ നോക്ക്, പുരാതന പുസ്തകങ്ങൾ. ഈ സെറ്റപ്പ് തന്നെ ദേവദാസിമാർ എന്നൊക്കെ പറയുന്നത്, രാജകുമാര ദാസിലൊക്കെ അന്നൊക്കെ അവർ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പൊ ബ്രോത്തൽസ് ഇല്ല, വേശ്യാലയങ്ങളില്ല, വേശ്യാവൃത്തി ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ യൂറോപ്പ് ടൂർ പോയി വന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റോട്ടിൽ കൂടി ആരെന്ത് റിസൾട്ട് പറഞ്ഞാലും ഒരുത്തരും തിരിഞ്ഞു നോക്കുന്നില്ല. ആവശ്യമുള്ളവൻ അവിടെ ഈസി ആയിട്ട് റെഡ് സ്ട്രീറ്റ് തുറന്നു വെച്ചിട്ടുണ്ട്, ബ്രോത്തൽസ് ഉണ്ട്, വേണം നിങ്ങൾ പോ.
പൈസ മുടക്കി അവിടെ പോയി തിരിച്ചു വന്നു. ഇവിടെ പിന്നെ മലയാളികളുടെ ഒരു പ്രത്യേകതയല്ലേ, ഇവിടെ ഭയങ്കര എനിക്കിപ്പോ ഈ കാലം ഇത് മാറാൻ ഭയങ്കര പാടാ. അത് പാടാ. ചിലപ്പോ നമ്മളുടെ ഒരു ജനറേഷൻ വളർന്നു വലുതായി നമ്മളൊക്കെ പാരന്റ്സ് ആവുമ്പോൾ ഭയങ്കര പാടാ. കാരണം ഇപ്പോഴും ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു പാരന്റിങ് ആയിരിക്കില്ല വേറൊരാൾക്ക് കിട്ടുന്നത്. അതെ, അവർക്ക് കിട്ടുന്ന പാരന്റിങ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, അയ്യോ ആ ഡ്രസ് ഇട്ടാ പ്രശ്നം, ഈ ഡ്രസ് നിന്റെ കുട്ടിയെ നീ ഇങ്ങനെ വളർത്തണം, ഈ കൈൻഡ് ഓഫ് സാധനമായിരിക്കും. ചാൻസ് ഇല്ല. അത് കുറെ ജനറേഷൻ എടുക്കും കേരളത്തിൽ മാറി വരണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. ഇതിപ്പോ അങ്ങനത്തെ ആ മൈൻഡിലെ സബ്സ്ക്രിപ്ഷൻ കാണുന്നത് ഇതെന്തോ വലിയ ഭീകര വിഷയമാണെന്നാ പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പെണ്ണാണോ ഈ ആണ് തുടങ്ങിയ എന്താ? ഞാൻ നോക്കുമ്പോ ഇപ്പൊ അഭിഷേക് ശ്രീകുമാർ ഓ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓനെ പോയിട്ട് ആരെങ്കിലും ഇവിടെ മെയിൽ വേശി എന്ന് വിളിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് അറിയുന്ന ഒരാൾ അവനാണ്, അതുകൊണ്ട് അവന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആണുങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയവർ പോയിട്ട് നീ പോക്ക് സ്ഥലം ഹാൻഡിനെ വളയ്ക്കാൻ നടക്കണോ ആരെയും ചോദിക്കൂ ഇല്ല. ഇത് പെണ്ണുങ്ങൾ മാത്രം തുടങ്ങുമ്പോൾ എന്താ അത്ര വലിയ വിഷയം എനിക്ക് മനസ്സിലാവും. അങ്ങനെ പെണ്ണുങ്ങൾ തുടങ്ങുമ്പോൾ മാത്രമേ വിഷയമുള്ളൂ എന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനൊന്നുമില്ല. പെണ്ണുങ്ങൾ തുടങ്ങിയാലും ആണുങ്ങൾ തുടങ്ങിയാലും എല്ലാം ഒരേപോലെയാണ്. മര്യാദക്കാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ പോയി എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കൊടുക്കാം, പൈസ ഉണ്ടാക്കാം, ആരൊന്നും പറയൂല. പക്ഷെ ഇതൊരു വളമാക്കി എടുക്കരുത്. അതായത് കുറെ ഞെരുമന്മാരായിട്ടുള്ള ആണുങ്ങളുണ്ട്, അവരുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് സബ്സ്ക്രിപ്ഷനിൽ വന്ന് അഴിഞ്ഞാടാൻ നിൽക്കരുത്. അത്രേ ഉള്ളൂ. അങ്ങനെ അഴിഞ്ഞാടുന്നിടത്തോളം കാലം നമ്മൾ വിമർശിക്കും. അതിനിപ്പോ എന്നെ നിങ്ങൾ പിന്തുരിപ്പം മൂരാച്ചി എന്ന് വിളിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. തൽക്കാലം അത്രയ്ക്ക് പുരോഗമനം മതി. എന്തായാലും അടുത്തതായി അവതാരിക രേണുവിനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതുകൂടി കണ്ട ശേഷം നിർത്താം. കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ സായി ചേട്ടനെ സീക്രട്ട് ഏജന്റ് സായി ചേട്ടനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. പക്ഷേ ചേട്ടൻ യൂറോപ്പ് ട്രിപ്പൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് വരാനായിട്ട് പറ്റിയില്ല. ഇപ്പൊ ഒരു കറക്റ്റ് സമയത്ത് നമ്മളൊരു ന്യൂസ് കേട്ടു, സായി ചേട്ടൻ രേണു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി രേണു ചേച്ചിനെ സഹായിച്ചു എന്നൊരു ന്യൂസ് കേട്ടു. ഞാൻ സായി ചേട്ടനെ വിളിച്ചു. അപ്പൊ സായി ചേട്ടൻ പറഞ്ഞത് ആ ഒരു വിഷയം വെച്ച് മാർക്കറ്റ് ചെയ്യാൻ ചേട്ടന് താല്പര്യമില്ല, അത് മാർക്കറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിക്കാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഇന്റർവ്യൂ ഞങ്ങൾ എടുത്തു. സ്റ്റിൽ രേണു ചേച്ചിനെ ഒന്ന് വിളിക്കണം തോന്നി. ബിക്കോസ് എന്തൊക്കെയാണ് സായി ചേട്ടൻ വന്ന വിശേഷങ്ങൾ എന്ന് ചോദിച്ചറിയണം തോന്നി. രേണു ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാം. ആള് റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. എടുക്കോ പറയുവോ സംസാരിക്കുവോ എന്ന് നോക്കി നോക്കാം. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, എന്തുകൊണ്ട്? ഫുഡ് കഴിക്കുവാണോ? ഗുളി കഴിക്കണം. എന്തുവാ കഴിക്കുന്നേ? ചോറാണോ? കപ്പയാണോ? അമ്മ ഉണ്ടാക്കിയ കപ്പയല്ലേ? ഞാൻ വരുമ്പോഴൊന്നും ഒന്നും ഉണ്ടാക്കൂല, ഇല്ലാത്തപ്പോ കപ്പയും മീൻകറിയും ഒക്കെ. ഇനി വരുമ്പോ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? തളർച്ചയായിരുന്നു. കീമോ എടുത്ത് ആന്റിബോഡി കുത്തിവെച്ച് അതിന്റെയൊക്കെ തളർച്ച ക്ഷീണമായിട്ട് കിടപ്പായിരുന്നു. ചൂടായിരുന്നു, ശരീരം മുഴുവൻ ചൂടായിരുന്നു. ഓ, ചൂടാണ്. അപ്പൊ നമ്മള് ഇന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു, സായി ചേട്ടൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇന്റർവ്യൂവിന് കുറച്ച് മുമ്പ് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടന് മാർക്കറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ചേട്ടൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ചേട്ടൻ പോയതിനു ശേഷമാണ് ഞാൻ രേണു ചേച്ചിനെ വിളിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു വരുന്നത്. പക്ഷെ സത്യമായിട്ട് എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷം. ഞാൻ ആ എമൗണ്ടിന്റെ കാര്യം ഒന്നും പറയണ്ട, സായി ചേട്ടനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നു. ഞാൻ ഇവിടെ ചൂട് പിടിച്ച് കിടക്കുമായിരുന്നു. സായി വൈഫും സിജോയും വൈഫും കൂടാണ് വന്നത്. എന്നെ കണ്ട് സംസാരിച്ച് ഞാനിപ്പം കിടപ്പാണ് കിടക്കുന്നത്. എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. പക്ഷെ അവര് പോയപ്പോ ഞാൻ പുറകെ പോയി ഒരു നല്ലൊരു എമൗണ്ട് തന്നെ ചേച്ചി വേഗം പോയി AC മേടിക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് ഇവരുടെ അടുത്ത് കൊടുത്തിട്ട് ഇവരോടിപ്പോയി എന്റെ ചേച്ചി ചേട്ടൻ പോയി AC മേടിച്ച് നാളെ ഫിറ്റ് ചെയ്യത്. ശരീരത്തിലെ ചൂടൊക്കെ മാറും. സായി അത് വലിയൊരു ഉപകാരമാണ് എനിക്ക് ചെയ്തത്. എന്നെ എന്താ പറയാ, ഞാൻ ആ തുകയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വലിയൊരു തുക തന്നെയാണ് എന്റെ ലൈഫിൽ. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഒരുപാട് പേര് എന്നെ വന്ന് കണ്ട്. എന്റെ സുഹൃത്ത്, ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല കേട്ടോ, ഒരിക്കലും ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഒരു പൈസ ആരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എന്റെ സുഹൃത്തുക്കളും എന്റെ വീട്ടുകാരും എന്നെ ഒരുപാട് സഹായിക്കും. എന്റെ യൂട്യൂബ് ചാനൽ വരെ എനിക്ക് വീഡിയോ എടുത്തു തരാനും ഒക്കെ എന്റെ ആങ്ങളമാരെ സഹായിക്കുന്നു. കരീഷ്മയാണെങ്കിലും എന്റെ സുഹൃത്തുക്കൾക്ക് അപ്പുറത്തെ തിരുമേനി എല്ലാരും എന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷമിക്കാതിരിക്കുക ചേച്ചി, ഇങ്ങനെ സഹായിക്കാൻ ഒരുപാട് പേരില്ലേ കൂടെ? ദൂരത്തൊക്കെ ഒരുപാട് പേര് വന്നിട്ട് സഹായിച്ചു. എന്റെ ദൈവത്തെ ഞാൻ നന്ദി ഇപ്പോ എപ്പോഴും കരയിട്ടു. അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ്, എഴുന്നേക്കാൻ വയ്യായിരുന്നു. നാട്ടിലൊക്കെ പൊട്ടുക. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ നിർബന്ധിച്ചവരെ എഴുന്നേപ്പിച്ച് എന്തെങ്കിലും കഴിക്കണ്ടെന്നൊക്കെ എഴുന്നേപ്പിച്ചതാ. എനിക്ക് സായിയോടും ഫാമിലിയോടും അതുപോലെ എന്നെ സഹായിച്ച എല്ലാവരോടും എനിക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. കൈകൂപ്പി ഞാൻ അവരുടെ അടുത്ത് വന്നത്.
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രേണുവിനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ട് അല്ലെ? കീമോ ഒക്കെ ചെയ്തതിന്റെ ക്ഷീണം നല്ല പോലെ അറിയാനുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ അസുഖം ഭേദാവട്ടെ, അല്ലാതെ ഇപ്പൊ എന്താ പറയാ, എല്ലാം ശരിയാക്കും, ഈ സമയം കടന്നു പോകും, അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.